ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഹൗ ആർ യു ഗൈസ്? എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വേൾഡിലെ ഫസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് അഗ്രികൾച്ചറൽ തീം പാർക്കിൽ പോവാണ്. വേറെ ഒരുത്തല്ല, കോട്ടയത്തിലെ മാംഗോ മടവിലാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പൊ ഇന്നത്തെ ട്രിപ്പ് ഫുൾ അറേഞ്ച് ചെയ്തേക്കുന്ന യുക്ത പോകുന്ന ഡാൻസ് ക്ലാസ്സിൽ നിന്നാണ്. നാട്യശ്രീ എന്നാണ് ഡാൻസ് ക്ലാസിന്റെ പേര്. ഇവിടെ കാട്ടാക്കട തന്നെയാണ്. അപ്പം ഞാനും അപ്പയും അമ്മയും യുക്തയൊക്കെ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ ട്രിപ്പ് പോകുന്നത്. അപ്പൊ യുക്തയുടെ ഡാൻസ് ക്ലാസ്സിൽ നിന്നാണ് ഇന്നത്തെ ട്രിപ്പ് ഫുള്ള് കൊണ്ടുപോകുന്നത്. നമുക്ക് പോകാനുള്ള ടൂറിസ്റ്റ് ബസ്സൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം വരാൻ സമയം ഇപ്പൊ ഏകദേശം സമയം വെളുപ്പാങ്കാലം ഒരു 5 മണിയാകാൻ പോകുന്നു. അപ്പൊ നമുക്കിനി നേരെ നമ്മുടെ സ്ഥലത്തേക്ക് പോകാം. ഓക്കെ, സോ ഗായ്സ്, നമുക്ക് പോകാനുള്ള ബസ് ഇതാ എത്തിയിട്ടുണ്ട്. ആഹാ, മൊത്തത്തിൽ കളർഫുൾ ആണല്ലോ. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ ഡാൻസും പാട്ടും ഒക്കെ തുടങ്ങിയിട്ടാ. നല്ല ആടിപ്പൊളി സെറ്റപ്പ് ബസ് കേട്ടാ. ഋഗ്വേദ എന്നാണ് ബസ്സിന്റെ പേര്. എവിടത്തെയോ DJ പാർട്ടിക്കകത്തിരിക്കുമ്പോൾ ഇരിക്കുന്ന കേട്ടാ, കിട്ടില്ല. അങ്ങനെ നമ്മൾ അടൂരെത്തിയപ്പോൾ ഹോട്ടൽ ആരാമത്തിൽ നിർത്തി കേട്ടോ. ഫുഡ് കഴിക്കാനായിട്ടാണ് നിർത്തിയത്. നല്ല ആംബിയൻസ് ഉള്ള ഒരു സ്പോട്ടാണ് കേട്ടോ. അത് സൈഡിലോട്ടൊക്കെ കാണുമ്പോൾ നല്ല കായലൊക്കെ കാണാം. ഹോട്ടലിന്റെ അകത്ത് ഒരു ചെറിയൊരു ആമ്പൽ കുളമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഹോട്ടലിന്റെ ഏറ്റവും ടോപ്പിലിരുന്നാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. ഇവിടുന്ന് നല്ല വ്യൂ ഒക്കെ കണ്ട് നമുക്ക് ഫുഡ് കഴിക്കാം. പിന്നെ ഇവിടെ നമുക്കിവിടെ ബൊഫേ ഫുഡാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ല ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മളിതാ ഇറങ്ങാൻ പോവാണ് കേട്ടോ. ഇനി നമുക്ക് നേരെ മാംഗോ മടയിൽ എത്തിയിട്ട് കാണാം. അങ്ങനെ 4-5 മണിക്കൂറത്തെ നീണ്ട ബസ് യാത്രയ്ക്ക് ശേഷം നമ്മൾ ആ മാംഗോ മടവിൽ എത്തിയിരിക്കുകയാണ്. ഇടയ്ക്ക് ഫുഡ് കഴിക്കാനൊക്കെ നിർത്തി, അത് നിങ്ങൾ കണ്ടു കാണും. അപ്പം ഇവിടുത്തെ സംഭവങ്ങൾ കാണിച്ചേട്ടോ. കുറേ സാധനങ്ങളുണ്ട്. 30 ഏക്കറാണ് ഇവിടുത്തെ ഈ അഗ്രികൾച്ചറൽ തീം പാർക്ക് എന്ന് പറയുന്നത്. വേൾഡിൽ തന്നെ ആദ്യത്തെ അഗ്രികൾച്ചറൽ തീം പാർക്കാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ എൻട്രൻസ് കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ടിക്കറ്റ് ഒക്കെ വാങ്ങിക്കാനുണ്ട്. നമുക്ക് ഇനി അങ്ങോട്ട് പോവാം. നമ്മൾ ഇത്ര പേരായിട്ടാണ് ബസ്സിൽ വന്നത് കേട്ടോ. ഒരുപാട് പേരുണ്ട്. കയറി വരുമ്പോ തന്നെ നമുക്ക് ഇവിടെ ബാംബൂസ് വെച്ചിട്ടുള്ള ഓരോ സാധനങ്ങളാണ് കേട്ടോ. ഇത് മൊത്തം മുള വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വൈക്കം താഴെ പ്രോഡക്ട്സ്. ടിക്കറ്റ് കൗണ്ടറിന്റെ അടുത്ത് തന്നെ വലിയൊരു ആലിലയുടെ ഒരു സ്റ്റാച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള പറ്റിയൊരു ബാക്ക്ഗ്രൗണ്ടാണത്. അപ്പോൾ എല്ലാവരും ടിക്കറ്റ് കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പം ഇനി ടിക്കറ്റ് കാണിച്ചാലേ അകത്ത് എൻട്രി ഉള്ളൂ. ഇപ്പം അങ്ങോട്ടാണ് പാർക്കിലോട്ടുള്ള എൻട്രി. ഫ്രണ്ടിൽ തന്നെ മാംഗോ മെഡോ പ്ലാന്റ് നഴ്സറി ഉണ്ട് കേട്ടോ. അതായത് എല്ലാ ചെടികളുടെയും തൈ ഇവിടെ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കാനുള്ളത്. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ ഇവിടെ ടിക്കറ്റ് കൗണ്ടറിൽ തന്നെ എല്ലാ ആക്ടിവിറ്റീസും കാണിച്ചിട്ടുണ്ട് കേട്ടോ. ആരോ ഷൂട്ട്, സൈക്ലിംഗ്, ഗോ കാർട്ട്, വാട്ടർ വീൽ, സ്വിമ്മിംഗ് പൂൾ, ഷൂട്ടിങ്, ഗോ കാർട്ട്, ട്രംപോളിൻ എല്ലാം ഇവിടെ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഓരോ റൈഡുകൾ, അതായത് പല കാറ്റഗറിയിലുള്ള റൈഡുകളുടെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ ഈ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നടന്ന് ചുറ്റി കാണാൻ വയ്യാത്തവർക്ക് ഇതേപോലെ ട്രെയിനിലൊക്കെ കയറാൻ കേട്ടോ. ട്രെയിനൊക്കെ ഉണ്ട്, പിന്നെ ബസ്സുണ്ട്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അങ്ങനെ ടിക്കറ്റുകളൊക്കെ കളക്ട് ചെയ്തു. ഇനി അകത്തോട്ട് കയറാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഇനി അകത്തോട്ട് കയറിയിട്ട് ഇതൊക്കെയാണെന്ന് കാണാം. ടീച്ചറാണ് നമ്മളെ ഇന്ന് ടൂർ ഓൾ ആൻഡ് ഓൾ അല്ലേ. ടീച്ചറാണ് നമ്മളെല്ലാം കൊണ്ടുവരുന്നത് ടൂറിന്. ടീച്ചറിന്റെ ഹസ്ബൻഡാണ് കേട്ടോ ഇത്. ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. താങ്ക് യു. ഇങ്ങനെ നമ്മൾ അകത്ത് പ്രവേശിച്ചിരിക്കുകയാണ്. ഗൈഡൊക്കെ വരും കേട്ടോ, ഓരോന്ന് പറഞ്ഞുതരേ. നമുക്ക് നോക്കിയിരിക്കാം. അപ്പോൾ നമ്മൾ അകത്ത് കയറി ഇരുന്ന ഉടനെ തന്നെ ഗൈഡ് വന്നിട്ട് ബേസിക്കലി എന്താണ് ഈ അഗ്രികൾച്ചറൽ തീം പാർക്ക് എന്ന്, എന്തൊക്കെ ഉണ്ട്, പിന്നെ അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ടിക്കറ്റ് അനുസരിച്ച് കറക്റ്റ് അതിൽ ഇപ്പോൾ ഫുഡ് അലോട്ട് ചെയ്തിട്ടുള്ള ടൈമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതേ കറക്റ്റ് സമയത്തൊക്കെ എത്തണം. അതിൻ്റെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. അപ്പോൾ ബാഗ് സേഫായിട്ടൊക്കെയുള്ള ഫെസിലിറ്റി കൊണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഇവിടെ സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെ എന്തോ ഷെൽഫ് എന്തോ ബാഗുകളൊക്കെ വെക്കാം. അപ്പോൾ നമുക്ക് ബാഗ് അവിടെ കൊണ്ടുവയ്ക്കാൻ നിൽക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ട് എല്ലാം കാണാമല്ലോ. ഇതാണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂള്, പബ്ലിക് സ്വിമ്മിംഗ് പൂൾ ഇതാണ് കേട്ടോ. ഇത് കിഡ്സ് സ്വിമ്മിംഗ് പൂള്. അവിടെയാണ് ബാഗ് വയ്ക്കാനുള്ള സ്ഥലം. നമുക്ക് കൊണ്ട് വെച്ചിട്ട് വരാം. അപ്പം നമ്മുടെ ഗ്രൂപ്പ് മൊത്തത്തിൽ ഗൈഡ് ചെയ്യുന്നത് ഈ ചേട്ടനാണ് കേട്ടോ. ഈ ചേട്ടനായിരിക്കും എല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത് എന്തൊക്കെയാണെന്നുള്ളത്. നമ്മൾ ആദ്യം കൊണ്ടുവന്നത് ഫിഷ് ഫീഡിംഗ് ബ്രിഡ്ജിലോട്ടാണ്. അപ്പോൾ ഇതിന് കുറച്ച് ഐതിഹ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ എന്താണെന്ന് പറഞ്ഞു തരാൻ ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ആദ്യം ഇവിടെ വന്നിട്ട് ചെയ്യാനുള്ളത് ഫിഷ് ഫീഡിംഗ് ആണ്. നമ്മൾ ആദ്യം ഫിഷിന് ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ആദ്യത്തെ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇതിലെ പേരിലുള്ളതുപോലെ തന്നെ ബ്രിഡ്ജ് കടന്നിട്ട് വേണം നമുക്ക് ആ ഫിഷ് ഫീഡിങ് സ്പോട്ടിലോട്ട് പോകാനുള്ളത്. ഇവിടെ പിന്നെ പെഡൽ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഈ സൈഡിൽ ഇതാ കാണാൻ പറ്റും പെഡൽ ബോട്ട് പോകുന്നത്. അപ്പോൾ നല്ല വലിയ മീനുകളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. നമ്മുടെ ഗൈഡ് ആയിട്ട് ഒരു ചെറിയ ബക്കറ്റ് നിറച്ച് ഫിഷ് ഫുഡായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഫിഷ് ഫുഡ് എടുത്തിട്ട് നമ്മളിങ്ങനെ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുമ്പോഴാണ് എല്ലാം കൂടെ മുകളിലോട്ട് പൊങ്ങി വരുന്നത്. കമോൺ ഗോയ്സ്, നമുക്കും കൂടെ കുറച്ച് ഫിഷ് ഫുഡ് ഇട്ട് കൊടുക്കാം.
ജസ്റ്റ് സെക്കൻഡ് ഇട്ട് ഉടനെ തന്നെ വരുമല്ല. അപ്പോൾ ഇതോ ഇവിടെ നിന്ന് നേരെ കാണുന്നത് ഇവിടുത്തെ ക്വാർട്ടേഴ്സാണ് കേട്ടോ. നമുക്ക് ബുക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഇവിടെ താമസിക്കാം. അതായത് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ദിവസം ഫുള്ളായിട്ട് നമുക്ക് നിൽക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ നിന്ന് ഇനി മുകളിലോട്ട് വന്നാൽ നമുക്ക് ഈ ഫിഷ് ഫീഡിങ് ഏരിയയുടെ നമുക്ക് ടോപ്പ് വ്യൂ കാണാൻ പറ്റും. ഞാൻ എന്താ ഇപ്പോൾ സൂം ചെയ്ത് കാണിക്കുന്നതാണ് ഇവിടുത്തെ വാച്ച് ടവർ കേട്ടോ. അവിടെ കയറി നിന്നാലും നമുക്ക് ഇവിടുത്തെ മൊത്തത്തിലുള്ള ഒരു വ്യൂ ഒക്കെ കാണാനായിട്ട് പറ്റും. ഭാരതീയ ആചാരങ്ങളും വിശ്വാസങ്ങളും പ്രകാരം മീനൂട്ട് എന്ന് പറയുന്നത് ഒരു പുണ്യപ്രവൃത്തിയായിട്ടാണ് കരുതുന്നത്. മീന് മഹാവിഷ്ണുവിന്റെ ഒരു അവതാരമായതുകൊണ്ട് ഇത് പല അമ്പലങ്ങളിലും ഇത് നേർച്ചയായിട്ട് മീനൂട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. അതുമാത്രമല്ല നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തിട്ടുള്ള പാപങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഈ മീനൂട്ട് നടത്താറുണ്ട്. പിന്നീട് ഇന്ത്യയിലെ പല മുസ്ലിം പള്ളികളിലും ഈ നേർച്ച ഉണ്ട് കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല പഞ്ചാബിലെ ഫേമസ് ആയിട്ടുള്ള അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിളിനും ഇതേ നേർച്ച ഉണ്ട്. ഇവിടെ ഇഷ്ടം പോലെ മരങ്ങളുണ്ട് കേട്ടോ. അതായത് റയർ സ്പീഷീസ് ഒക്കെ ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ട് അവിടെ ഒരു കുറേ പ്രതിമകളുണ്ട് കേട്ടോ ഇങ്ങനെ. അതുകൊണ്ട് ഒരു ചക്കയും വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിമ നോക്കാം അവിടെ കാണാം. 4000-ൽ കൂടുതൽ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മരങ്ങളും ചെടികളും ഒക്കെ ഉണ്ട്. മൊത്തത്തിലും മരങ്ങളാൽ ചുറ്റപ്പെട്ടതാണ് കേട്ടോ. അതുകൊണ്ട് നല്ല തണലും ഉണ്ട്. ഇപ്പൊ ഗൈഡ് നമ്മളിപ്പോൾ ഓരോ സ്ഥലത്തായിട്ട് കൊണ്ടുപോവുകയാണ് കേട്ടോ. ഓരോ സ്ഥലങ്ങളൊക്കെ ഇപ്പൊ കാണിച്ച് പോവുകയാണ്. പിന്നെ അടുത്ത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിഞ്ഞൂടാ, നമുക്ക് നോക്കാം. ഇവിടെ കാണുന്നത് പ്രൈവറ്റ് പൂളാണ് കേട്ടോ. ഇവിടെ റൂം എടുക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് മാത്രമുള്ള പൂളാണ് അവിടെ കാണുന്നത്. അവിടെ നമുക്കൊന്നും എൻട്രി ഇല്ല. ഒരു വലിയ കൈയുടെ പ്രതിമ. അങ്ങനെ കൈൻ്റെ അകത്ത് മരം ഏത് മരമാണോ എന്തോ, കൈയുടെ അകത്ത് മരം. ഇവിടെ ഓരോ ചെടികളും അതിൻ്റെ സവിശേഷതകളൊക്കെ എഴുതിയിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഗുണങ്ങളും സംഭവങ്ങളെല്ലാം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്. ഓരോന്നായിട്ട് പറയാൻ നിന്ന് കുറേ നേരം എടുക്കും. അപ്പോൾ ഇവിടെ ഒരു മരത്തിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഒരു വഞ്ചിയുടെ ഷേപ്പിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മരത്തിൻ്റെ പേര് ഞാൻ നോക്കി വെച്ചതാണ്, മറന്നുപോയി. എന്തോ ഒരു വഞ്ചി എന്നായിരുന്നു എൻ്റെ പേര്. എന്തോ വാലന്റൈൻ പാർക്ക് അല്ല വാലന്റൈൻ ഗാർഡൻ. മരത്തിലൊക്കെ പ്രതിമ ചെയ്തിട്ടുണ്ട് കേട്ടാ. വാലന്റൈൻ പ്ലേസ് ഫോർ ലവേഴ്സിനായിട്ടുള്ള സ്ഥലമാണ്. വാലന്റൈൻ ഗാർഡൻ്റെ അകം മൊത്തം ഇങ്ങനെ ഉണ്ടോ. മൊത്തം കുറേ ചെടികൾ അതും ഇതൊക്കെയാണുള്ളത്. പിന്നെ അവിടെ ഇരിക്കാനൊക്കെ ചെയറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയ കൂടാരമൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ ഇരുന്ന് റെസ്റ്റൊക്കെ എടുക്കാം. ഇവിടെ ബാക്കിലോട്ടൊക്കെ ഫുള്ള് വയലാണ് കേട്ടോ. പിന്നെ ഇവിടെ ചൂണ്ടയിടാനൊക്കെ സ്ഥലമുണ്ട് കേട്ടോ. ചൂണ്ടയിടാനൊക്കെ നമുക്ക് പറ്റും. അതൊക്കെ എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. 30 ഏക്കറുണ്ട് ഇത് മൊത്തത്തിൽ. ഇതിനകത്തെന്തോന്ന് മൊത്തം വാഴക്കൃഷിയാണ്. ഒരു സൈഡ് മൊത്തം വാഴക്കൃഷി. ഇവിടുത്തെ സ്നാക്ക് ബാറിൽ നിന്ന് ജ്യൂസ് വാങ്ങിച്ചു. അങ്ങോട്ട് പോകുമ്പം ബേർഡ് സാങ്ച്വറി ആണ് കേട്ടോ. ഇവിടെയാണ് ചൂണ്ടയിടുന്ന സ്ഥലം, മീൻ പിടിക്കുന്ന സ്ഥലം ഇതാണ്. അപ്പോൾ മുകളിലിരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അവിടെ ഇരുന്ന് അവിടുത്തെ ബാക്കിലത്തെ വ്യൂ ഒക്കെ കാണാം. ഫിഷിംഗ് സെൻറ്റർ. അപ്പോൾ ഇവിടെ ചുറ്റിനും കൊടുത്തേക്കുന്ന ഓരോ നാളുകാർക്കുള്ള മരങ്ങളാണ് കേട്ടോ. സ്റ്റാർ ജംഗ്ഷൻ എല്ലാം ഓരോ നക്ഷത്രക്കാർക്ക് അനുസരിച്ചുള്ള ചെടികളും മരങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡു യു നോ യുവർ സോഡിയാക് ട്രീ ഫൈൻഡ് ഹിയർ. ഓരോ സോഡിയാക് സൈൻ അനുസരിച്ചുള്ള മരങ്ങളൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ സോഡിയാക് സൈനിൻ്റെ ചെടികളോ മരങ്ങളോ അറിയണമെങ്കിൽ ഇത് പോസ്റ്റ് ചെയ്തിട്ട് കണ്ടാൽ മതി കേട്ടോ. ഈ ഏരിയ മൊത്തം ഓരോ പച്ചക്കറികളാണ് കേട്ടോ. ഇഷ്ടംപോലെ പച്ചക്കറികൾ. നമുക്കിവിടെ ഒരു കർഷകൻ്റെ പ്രതിമ കാണാം. അത് തൂക്കൊക്കെ പിടിച്ച് ഇതേപോലെ എല്ലാം ഓരോ സ്ഥലത്തും ഉണ്ട് കേട്ടോ. ഓരോ പ്രതിമകൾ. ഇവിടെ മൊത്തത്തിൽ നല്ല തണലാണ് കേട്ടോ. വെയിലും ഇല്ല, അത്യാവശ്യം തണുപ്പും ഉണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഇത് കയറൊക്കെ നിർമ്മിക്കുന്ന സ്ഥലമാണ് കേട്ടോ. അതുകൊണ്ട് കയറുണ്ടാക്കുന്നത് ഇവിടെ നിന്നാണ്. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ ബാമ്പു വെച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ടില്ല, അതൊക്കെ ഇവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത്. വാട്ടർ ATM, പോട്ട് മേക്കിംഗ്. നിങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ ബൈബിൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കാണിച്ചു തരാം. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബൈബിൾ കേട്ടോ. ഇതാണ് വേൾഡ്സ് ബിഗസ്റ്റ് ബൈബിൾ സ്റ്റാച്യു. ATM ആണോ?
അതല്ല മായാവിയുടെയൊക്കെ ATM. അവിടെ കുട്ടൂസൻ ഇരിക്കുന്നു, ഡാക്കിനി ഇരിക്കുന്നു. ആഹാ, ഇതാര് ATM ആണ് കേട്ടോ ഇത്. എന്റെ മോനെ വിഷയ ATM. സൗണ്ട് എഫക്റ്റ് ഒക്കെ ഉണ്ട് ഡോർ തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴൊക്കെ. മായാവിയുടെ തീമിലുള്ള ഒരു ATM ആണ് കേട്ടാ. കൊള്ളാം, നൈസ് സാധനം. വെറൈറ്റി ATM ആയിട്ടുണ്ട്. കൊച്ചുള്ളവർക്ക് കളിക്കാനുള്ള പാർക്ക്. എല്ലാവരും ഉണ്ടല്ലോ, രാജുവും രാധയും മായാവിയും കുട്ടൂസനും ഡാക്കിരമ്മയൊക്കെ നിൽക്കുന്നു. ആണ്ട മായാവി ഫാമിലി മൊത്തം ഉണ്ട്. പരശുരാമന്റെ വലിയൊരു സ്റ്റാച്ചു കേട്ടോ, കാണിച്ചു തരാം. പരശുരാമന്റെ വലിയൊരു സ്റ്റാച്ചു. ബോട്ടിങ്ങിന്റെ അടുത്തോട്ട് പോവാം, അവിടെ എല്ലാവരും നിൽക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് പോവാം. ആഹാ, അതുകൊണ്ട് ഒരു വലിയ ആനയുടെ പ്രതിമ. ഞാൻ ഇവിടെ കാണുന്ന ഓരോന്ന് എടുത്തെടുത്ത് പറഞ്ഞതേ ഉള്ളൂ, എല്ലാവരും അങ്ങ് പോയി. ഇനി അവരെവിടെയാണെന്ന് കണ്ടുപിടിക്കണം. ഒരുപാട് ഫ്രണ്ടിലായിപ്പോയി അവർ, ഞാൻ നല്ല ബാക്കിലും ആയിപ്പോയി. നോക്കാം, എല്ലാം എക്സ്പ്ലോർ ചെയ്യണ്ടേ, നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ എല്ലാം ഒക്കെ. ഇതോ ഒരു ഉടുമ്പ് പോകുന്നു ഗൈസ്. നെക്സ്റ്റ് നമ്മളിവിടെ പെഡൽ ബോട്ടിങ്ങിന് വന്നേക്കാണ് കേട്ടോ. കയറണ്ടേ നമുക്ക്? അപ്പം നമുക്കിനി അടുത്ത് ഇതിൽ പെഡൽ ബോട്ടിൽ കയറാം. 4 പേർക്ക് ഇരിക്കാൻ പറ്റണം. നോക്കാം. അപ്പുറത്തോട്ട് പോ, അപ്പുറത്തോട്ട് പോ. പെഡൽ മെക്കാനിസം ആണ് കേട്ടോ. നമ്മളിങ്ങനെ സൈക്കിൾ ഓട്ടും പോലെ ചവിട്ടുമ്പോൾ ഇങ്ങനെ നീങ്ങും. അതിന്റെ അടിയിൽ കൂടെ പോകും. നല്ല സൂപ്പർ സാധനമായിരുന്നു കേട്ടോ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ടാണ് പെഡൽ ബോട്ടിലൊക്കെ കയറുന്നത്. നമുക്ക് ഒരു എക്സസൈസ് ആണ് കേട്ടോ, ചവിട്ടി ചവിട്ടി പോകുമ്പോൾ. സൂപ്പർ സാധനം. ഇതാണ് കുട്ടവഞ്ചി. അടുത്ത് നമുക്ക് കുട്ടവഞ്ചി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങോട്ട് പോകല്ലേ? അയ്യോ, ചെടിക്കകത്ത് ചെടിക്കകത്ത് പോണു ഗൈസ്. നമ്മ കുറ്റിക്കാടിന്റെ ഇടയിൽ പോയി ഗൈസ്. ഭയങ്കര വെയിലാണ് ഗൈസ്. അങ്ങനെ ആദ്യമായിട്ട് കുട്ടവഞ്ചിയും തുഴഞ്ഞു കേട്ടോ. ഇതും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. കുട്ടവഞ്ചി കാണണക്കൊന്നുമല്ല, നമുക്ക് ബാലൻസ് അത്യാവശ്യം പാട് തന്നെ. ഒരു സമയം ഒരേ കണക്ക് തുഴഞ്ഞില്ലെങ്കിൽ നമ്മൾ അവിടെ ഇവിടെയൊക്കെ പെട്ടു കറങ്ങി നിൽക്കും. നമുക്ക് തുഴയ ഒരു ഐഡിയ കിട്ടി കഴിഞ്ഞാൽ പിന്നെ സിമ്പിളായിട്ട് തുഴയാൻ പറ്റും. കൊള്ളാം കേട്ടോ, നല്ലത്. ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ തുഴയണത് കേട്ടോ. ഒരു ഗുഹ, ആർട്ടിഫിഷ്യൽ ഗുഹ എന്താണെന്ന് അറിഞ്ഞൂടാ. നമ്മൾ ഈ പാറ കണ്ട ഒറിജിനൽ എന്നേ തോന്നുള്ളൂ, പക്ഷെ ആർട്ടിഫിഷ്യൽ ആണ് കേട്ടോ. ഇന്ത്യയുടെ സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചിട്ട് ഓരോ സ്റ്റേറ്റിൻ്റെയും മരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ആണ്ട തെങ്ങ്, നമ്മുടെ കേരളത്തിൽ തെങ്ങ്. ലിസ്റ്റ് എവിടെ? അതാണ്ട് ലിസ്റ്റ് അതായിരിക്കുന്നത് കേട്ടോ. അത് അവിടുത്തെ വൃക്ഷങ്ങളുടെ ലിസ്റ്റ്. എല്ലാ സ്റ്റേറ്റിൻ്റെയും മെയിനായിട്ടുള്ള വൃക്ഷങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവിടത്തേക്കെ പറ്റി ഞാൻ 1-2 വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് വന്നിട്ട്. ഇവിടെ നീലക്കൊടുവേലി കൊണ്ടുവന്ന് കണ്ടു, പക്ഷെ അതൊന്നും കാണാനില്ല. മറ്റേ ആട് സിനിമയിലൊക്കെ കാണിക്കുന്നത്, അത് എവിടെയാണെന്ന് അറിയണം. നോക്കാം. 12 സിനിമ. ക്വാർട്ടേഴ്സിന്റെ ഒക്കെ ഇതാണ് കേട്ടോ. ഡോർമെട്രി റൂമിന്റെ ഒക്കെ റേറ്റും ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫുഡിൻ്റെത് ഇതാണ് 12 സിനിമ. Oh, is that a BMW?
X5 ആണെന്ന് തോന്നല്ലേ BMW. ഇവിടെ കയറുമെന്ന് അറിഞ്ഞൂടാ, നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നു ഇനിയിപ്പം നമുക്ക് ആ ടിക്കറ്റിൽ അലൗട്ട് ചെയ്തിട്ടുള്ള ഫുഡിൻ്റെ ടൈം ആയതുകൊണ്ട് കറക്റ്റ് സമയത്തിന് എത്തണം. അപ്പോൾ ഇവിടെയാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ നേരത്തെ കാണിച്ച ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ടാണ് ഇതാണ്ട് നമുക്ക് ഈ ഫുഡ് കോർട്ടൊക്കെ ഉള്ളത് കേട്ടോ. അങ്ങനെ കഴിക്കാനുള്ള ബിരിയാണി എത്തി ഗൈസ്, കഴിച്ചിട്ട് വരാം. അപ്പോൾ ഈ ഒരു ബോർഡിൽ കൊടുത്തേക്കുന്ന ഇവിടെ ഫുഡിൻ്റെയൊക്കെ റേറ്റുകളാണ് കേട്ടോ. നിസ്കാരം ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ടാക്കാം. നിസ്കാര പള്ളി, ഷാപ്പൊക്കെ ഉണ്ടെന്ന് തോന്നട്ടെ, ഇവിടെ ടോടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിതാ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. അടുത്ത് സൈക്കിൾ ചവിട്ടാനുള്ള പ്ലാനാണ് കേട്ടോ. 100 രൂപ കൊടുത്ത് നമുക്ക് സൈക്കിൾ ഓടിക്കാൻ തിരിച്ചു വരുമ്പോൾ 100 രൂപ തിരിച്ചും കിട്ടും. അതാണ് ഇവിടുത്തെ പ്ലാൻ. ടീ ഗാർഡൻ ആണ്, ടീ ഗാർഡൻ, ചായത്തോട്ടം. നമുക്കിനി സൈക്കിൾ കണ്ടുപിടിക്കാം ഗൈസ്. കേട്ടോ വാട്ടർ വീല്, അതുകൊണ്ട് അതിൻ്റെ മണ്ടേ കയറി ഇരുന്ന് നോക്കി ഇങ്ങനെ ചവിട്ടാം. വാട്ടർ വീല് പണ്ട് ടോം ആൻഡ് ജെറിയിലൊക്കെ കണ്ടിട്ടുണ്ട്. മറ്റേ ഒരു എപ്പിസോഡ് ഉണ്ടല്ലോ, ഗോൾഡിൻ്റെ എപ്പിസോഡ്. ഇങ്ങനെ ഇതാക്കുമ്പോൾ ഗോൾഡ് തെറിച്ചു വരണം, ഇപ്പോഴും ഓർമ്മ ഉണ്ട് അതൊക്കെ. അപ്പോൾ നമ്മൾ സൈക്കിള് നോക്കാൻ പറഞ്ഞ വഴിക്ക് അക്വേറിയം ഉണ്ട്. എൻ്റെ അമ്മോ, മുതുക്ക് മീൻ സൈസ് നോക്ക്. എൻ്റെ അമ്മോ, പേരില്ലേ ഇതിന്? വലിയ മീൻ കേട്ടോ. നിങ്ങൾ ഇവിടെ വന്ന് എൻജോയ് ചെയ്യണം. ലോകത്തിലെ ഏറ്റവും വലിയ, അല്ല വലുതല്ല, വലിയ ഒരു തീം പാർക്കാണിത്. തീം പാർക്കല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് അഗ്രികൾച്ചറൽ തീം പാർക്ക്. സോറി ഗൈസ്. സൈക്കിളും വെച്ചുകൊണ്ട് ഒരു ആളുകൾ നിൽക്കുന്നു. ചെറിയ ചെറിയ റൈഡുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഗോ കാർട്ട് റൈഡിങ്ങിൻ്റെ അവിടെ എത്തി. അങ്ങനെ സൈക്കിൾ ഓട്ടി പറഞ്ഞ വഴിക്കതായി മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ കണ്ടിട്ട് അതും കൂടെ കാണാൻ വിചാരിച്ച്. ഞാൻ പഴയ സൈക്കിളാണ് കേട്ടോ അടുത്ത വടിക്ക്. ഇതായിരുന്നു പാല് കറക്കുന്നു. പ്രഥമയാണ് കേട്ടോ, ബ്രൗൺ കളർ പ്രാവ്. CID മുസല പട്ടി അർജുൻ. ഹലോ അർജുൻ. എടാ മറ്റേ നീളമുള്ള പട്ടി, സീക്രട്ട് ലൈഫ്സ് ഓഫ് പെറ്റ്സിൽ. അടി ഇത് നീളമുള്ള പട്ടി. ഹലോ. എന്താണ് ഈ പട്ടിക്ക് മാത്രം എന്ത് ഇത്ര കൊര? എന്താ നീ കൊരക്കണ? ചുമ്മാ അമ്മമാർക്ക് കുഴപ്പമില്ല. ഓമ്പോ ഡോബർമാനല്ലേ ഇത്? ഇത് എണീറ്റ് എന്നെ കാട്ടി ഹൈറ്റ് ആണ് ഈ പട്ടി. അതൊക്കെ എന്തോ ഇതിന്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ടർക്കിക്കോഴിയാ? ഡക്ക്, താറാവ്, വൈറ്റ് ഗൂസ്, വാത്ത. ഇതാണ് വാത്ത. ഓക്കെ, നമ്മൾ ഇവിടെ നിന്ന് തിരിക്കട്ടെ. നമ്മുടെ സൈക്കിൾ ആരെങ്കിലും എടുത്തോണ്ട് ഇല്ലെങ്കിൽ സൈക്കിൾ തിരിച്ചു കൊടുത്താലേ നമുക്ക് 100 രൂപ തിരിച്ച് കിട്ടുള്ളൂ. സോ ലെറ്റ്സ് ഗോ. അയ്യോ, അങ്ങനെ സൈക്കിളൊക്കെ ചവിട്ടി കുറേ ചവിട്ടി കേട്ടോ. ഇവിടെ ഈ ഏരിയ മൊത്തം ചവിട്ടി ഓടും. ഇങ്ങനെ സൈക്കിൾ ചവിട്ടി കഴിഞ്ഞ് ഇനി അടുത്ത് പൂളിലായിരിക്കും പോകണം ചിലപ്പോൾ. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോവാം. സോ ഗൈസ്, ഞാൻ ഇങ്ങനെ ആർച്ചറിയുടെ ഓടെ വന്ന് നമുക്ക് Rest in peace. ഇങ്ങനെ നമ്മളിതാ പൂളിലോട്ടെത്തി. അപ്പൊ ഇനി ഞാൻ പൂളിച്ചാടാൻ പോയാണ്. പൂളിച്ചാടിച്ച് കാണാം. ഓക്കെ. അങ്ങനെ സ്വിമ്മിംഗ് പൂളിലൊക്കെ കിടന്ന് ആടി തിമിർത്ത് ഇറങ്ങി. അയ്യോ, പക്ഷെ ചൂടത്ത് ഇറങ്ങിയപ്പോ നല്ല ആശ്വാസമായിരുന്നു കേട്ടോ. ഇങ്ങനെ ഉണ്ടായിരുന്നു.
കുറെ നേരം വെള്ളത്തിൽ കിടന്ന് ഇനി തണുത്ത് വിറച്ചിരിക്കണം, ഒരു ചൂട് ചായ കുടിക്കണം. അപ്പോൾ ഇത് ഇവിടുത്തെ പഴയ മോഡൽ ചായക്കടയാണ് കേട്ടോ. നല്ല റെട്രോ സ്റ്റൈൽ, അതായത് 90s 80s കാലഘട്ടത്തൊക്കെ ഉള്ള സ്റ്റൈലിലുള്ള ഒരു ചായക്കടയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ അകത്തോട്ടൊക്കെ ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ. നമ്മുടെ പഴയ നസീറിൻ്റെ സിനിമയുടെ ഇതൊക്കെ വെച്ച്. അപ്പോൾ ഇവിടെ ചായയൊക്കെ ഇടുന്നത് പഴയ രീതിയിലാണ് കേട്ടോ. അതായത് തീയൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കൽക്കരിയൊക്കെയാണ് കേട്ടോ. ഗ്യാസും അങ്ങനെയൊന്നുമല്ല, കൽക്കരിയാണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു ഓൾഡ് ലുക്കിന് വേണ്ടിയിട്ട് പഴയ ഒരു നല്ല പഴക്കമുള്ള റേഡിയോ ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിതാ നല്ല റെട്രോ സ്റ്റൈലിൽ ചായയൊക്കെ കുടിച്ച് ഇറങ്ങി. ഇപ്പോൾ കുറച്ച് ഫ്രഷായി. ഇനി ഞാൻ അടുത്ത് രാവിലെ വന്നിട്ടുണ്ട്. ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് നല്ല ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്ന് കാണണം. ഒരുപാട് സംഭവങ്ങൾ കാണാനും ഉണ്ട്. നമ്മൾ സമയം പോകണമെന്ന് അറിയില്ല. നല്ല എൻജോയ് ചെയ്യാനും പറ്റും. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്കിനി ബസ്സിൽ കയറാൻ സമയമായി. അപ്പം ബസ്സിലുള്ള ഇനി എന്തെങ്കിലും അങ്ങോട്ട് പോകണ വഴിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ, അല്ലെങ്കിൽ വീട്ടിൽ ചെന്നേക്കണം. ഓക്കെ, ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ മാംഗോ മെഡോസിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. നല്ലൊരു ഡേ ആയിരുന്നു കേട്ടോ. നല്ല രീതിക്ക് എൻജോയ് ചെയ്തു ഇവിടെ. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമുക്കിനി നേരെ ഇവിടെ നിന്ന് തിരിക്കാം. സോ ഗൈസ്, നമുക്കിനി ബസ്സിൽ കയറാം. അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല ഒരു പാടത്തിൻ്റെ വ്യൂ ഒക്കെ കണ്ടു കേട്ടോ. പിന്നെ അതുകൂടെ അങ്ങ് എടുത്തേക്കാന്ന് വിചാരിച്ചു. സോ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. അവിടെ മാംഗോ മെഡോസിൽ പോയിട്ട് അടിച്ചു പൊളിച്ചു. നല്ലൊരു ഡേ ആയിരുന്നു. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ സ്ഥലം വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. പോയി നോക്കുക, അടിപൊളി സ്ഥലമാണ്. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. TK സൈനിങ് ഔട്ട്. മറ്റൊരു പുതിയ വീഡിയോയിൽ കാണാം. ബൈ.